1. ഇന്ന് കാരുണ്യ ഫിനാൻസ് മീഡിയയിൽ പലരും ചോദിക്കുന്ന ഒരു ഗൗരവമുള്ള സംശയം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചാൽ ക്ലെയിം കിട്ടുമോ എന്ന ചോദ്യം പല കുടുംബങ്ങളെയും കുഴക്കുന്ന ഒരു വിഷയമാണ്. റെയിൽവേ നിയമപ്രകാരം ചില സാഹചര്യങ്ങളിൽ ട്രെയിൻ അപകടം മൂലം മരണം സംഭവിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യവസ്ഥ ഉണ്ട്. എന്നാൽ എല്ലാ ട്രെയിൻ മരണങ്ങളും ക്ലെയിം കിട്ടുന്നവ അല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അപകടമാണോ അതോ ആത്മഹത്യയാണോ എന്ന് റെയിൽവേ അധികൃതർ പോലീസും കൂടി നടത്തുന്ന അന്വേഷണത്തിൽ വ്യക്തമായ ശേഷം മാത്രമാണ് തീരുമാനം. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി വീണു മരിച്ചാൽ അത് അപകടമായി കണക്കാക്കപ്പെടും. ട്രെയിൻ കയറുന്നതിനിടെയോ ഇറങ്ങുന്നതിനിടെയോ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും ക്ലെയിം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ ഇടിച്ചു മരിച്ചാൽ അതും അപകടമായി പരിഗണിക്കും. അതേസമയം ആത്മഹത്യ ആണെന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ട്രെയിനിന് മുന്നിൽ ചാടിയാൽ ക്ലെയിം കിട്ടില്ല. മദ്യപിച്ച് പാളത്തിൽ കിടക്കുക, റൂഫിൽ യാത്ര ചെയ്യുക, അനധികൃതമായി ട്രെയിനിൽ കയറുക എന്നിവ സ്വയം അപകടം ക്ഷണിക്കുന്ന പ്രവൃത്തികളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ റെയിൽവേ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാറില്ല. ക്ലെയിം ആർക്ക് ലഭിക്കും എന്ന ചോദ്യം കൂടി വളരെ പ്രധാനമാണ്. മരിച്ച വ്യക്തിയുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്കാണ് സാധാരണയായി ക്ലെയിം അവകാശം. ക്ലെയിം നൽകേണ്ടത് റെയിൽവേ ക്ലെയിംസ് ട്രൈബ്യൂണലിൽ ആവശ്യമായ രേഖകളോടെ ആണ്. പോലീസ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, യാത്രാ ടിക്കറ്റ്, സാക്ഷ്യങ്ങൾ എന്നിവ അത്യാവശ്യമാണ്. ഈ വിവരങ്ങൾ ശരിയായി അറിയാതെ പല കുടുംബങ്ങളും അർഹമായ നഷ്ടപരിഹാരം നഷ്ടപ്പെടുത്തുന്നു. അതിനാൽ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയുന്നത് വളരെ പ്രധാനമാണ്. ഇത് ഒരു ഫിനാൻസ് അവബോധ ചാനലായ കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളെ സാമ്പത്തികമായി ചിന്തിപ്പിക്കാനും ബോധവൽക്കരിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. ഇത്തരത്തിലുള്ള വിവരപ്രദമായ വീഡിയോകൾ ഇനിയും തുടർച്ചയായി നമ്മൾ കൊണ്ടുവരും. വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.